കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി മെഷീനാണിത്. അപ്പോൾ ഒരു 6 മാസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നല്ലൊരു റിവ്യൂ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഒരു മെഷീനാണ്. കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതിൽ നിന്ന് എനിക്ക് നല്ല മെഷീനായിട്ട് തോന്നി. നല്ല സ്പീഡ് കൺട്രോളും അതുപോലെ തന്നെ നല്ല വെയിറ്റ്, പിന്നെ നല്ല വലിയ ടേബിള്, സാധാരണ നമുക്ക് ജാക്കിനും ബ്രൂസിനും ഒക്കെ ഉള്ള അതേപോലെ തന്നെ നല്ല ഫിനിഷിങ്ങിലുള്ള ടേബിളും എല്ലാ സാധനവും തന്നെ ഉണ്ട്. അതുപോലെ തന്നെ മെഷീൻ നല്ല ഒതുക്കുള്ള ഒരു മെഷീനാണ്. പിന്നെ ഒരു ബ്ലൂ വൈറ്റ് അങ്ങനെയുള്ള ഒരു കളർ ടോണിലാണ് കൊടുത്തിട്ടുള്ളത്. കമ്പനിയുടെ പേരാണ് ഡൈസൺ. ഇവർക്ക് എല്ലാ മെഷീനുകളും ഉള്ള ഒരു കമ്പനിയാണ്, അല്ലാതെ ഈ ഒരു മെഷീൻ മാത്രം ഇറക്കുന്ന കമ്പനിയല്ല. എംബ്രോയ്ഡറി, ഓവർലോക്ക്, ബട്ടൺ ഹോള് അങ്ങനെയുള്ള എല്ലാ മെഷീനുകളും ഇറക്കുന്ന ഒരു വലിയ കമ്പനി തന്നെയാണ് ഈ കമ്പനി. ഇതിൻ്റെ മാക്സിമം സ്പീഡ് വന്നിട്ട് നമുക്ക് 4000 സ്റ്റിച്ച് പെർ മിനിറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൺട്രോൾ പാനൽ കണ്ടില്ല, നല്ല ഭംഗിയിൽ ഇവിടെയാണ് കൺട്രോൾ പാനൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഭാഗം ഈ ഒരു കൺട്രോൾ നോബാണ്. അപ്പോൾ ഈ കൺട്രോൾ നോബിൽ ഇവിടെ ഒരു ബട്ടൺ പോലൊരു സംഭവമുണ്ട്. ഇത് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, സ്റ്റിച്ച് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കണ്ടു ഇത് ലോക്കായി, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല. നമ്മൾ സാധാരണ ജാക്കിലും ബ്രൂസിലൊക്കെയാണ് ഇത് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് നമുക്ക് ഇത് തിരിക്കാൻ പറ്റുള്ളൂ കറക്റ്റായിട്ട്. അപ്പോൾ ഇതിനതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ബാക്കി ഇതിൽ സാധാരണ നമ്മുടെ എല്ലാ മെഷീനിലും കാണുന്ന അതേപോലെ തന്നെയാണ്. ഇവിടെയാണ് നമ്മുടെ സ്പീഡ് കൺട്രോളാണിത്. അതുപോലെ തന്നെ നമുക്ക് നീഡിൽ പൊസിഷൻ മുകളിൽ നിൽക്കണോ താഴെ നിൽക്കണോ അതിനുള്ള ബട്ടനാണിത്. പിന്നെ ഇതിൻ്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം സ്വിച്ച്, ബാക്കി എല്ലാം നമുക്ക് മറ്റുള്ള എല്ലാ മെഷീനിലും ഉള്ള പോലെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇതിൻ്റെ വില നമുക്ക് 23,500 മാത്രമാണ് വിലയുള്ളൂ. ബാക്കി ഇപ്പോൾ കിട്ടുന്ന ജാക്ക്, ബ്രൂസ് അങ്ങനെയുള്ള മെഷീനുകൾക്കൊക്കെ 27,000 രൂപ വരെ വില വരുമ്പോൾ ഇത് നമുക്ക് 23,500 നമുക്ക് കിട്ടും. പിന്നെ വാറണ്ടി, മെയിൻ്റനൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യക്കാർ അല്ലെങ്കിൽ പുതിയ മെഷീൻ വാങ്ങിക്കാൻ നിങ്ങൾ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ എവിടെ നിന്നാണോ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് ഈ മെഷീൻ ഉണ്ടോ എന്ന് നിങ്ങൾ പ്രത്യേകം ചെക്ക് ചെയ്ത് നോക്കുക. നല്ല ഒരു മെഷീനാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇനി ഇതിനെക്കുറിച്ച് വേറൊന്നും പറയാനില്ല, എത്രയാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.